സുഹൃത്തുക്കളെ, എന്തായാലും നാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ തുടർച്ചയായിട്ട് നടന്ന സനാതനധർമ്മത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സംവാദം നടക്കുകയാണ്. ഈ സംവാദത്തിൽ സനാതനധർമ്മം എന്ന വസ്തുവെക്കുറിച്ചിട്ടുള്ള സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ വീക്ഷണം ഒന്ന് പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിൽ പ്രപഞ്ചത്തിന് 4 മാനങ്ങളുണ്ട്. 4ാമത്തെ മാനം എന്നത് മാറ്റം അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ യൂണിറ്റായ സമയം എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മാറ്റം ഇല്ലാത്തത് പ്രപഞ്ചത്തിൽ ഇല്ല എന്നാണ് പ്രപഞ്ചത്തിന് 4 മാനം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുപോലെ ത്രിമാന പ്രപഞ്ചത്തിൽ ന്യൂട്ടോണിയൻ ഫിസിക്സിലെ ന്യൂട്ടൻ്റെ കാലത്തെ ഭൗതികശാസ്ത്രത്തിലെ ത്രിമാനമായിരുന്നു നീളം, വീതി, ഉയരം, അല്ലെങ്കിൽ കനം, അല്ലെങ്കിൽ ആഴം. ഈ 3 ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ആ വസ്തു ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് നീളം പൂർണ്ണമായിട്ടും 0 ആ വസ്തു ഇല്ല, അല്ലെങ്കിൽ വീതി പൂർണ്ണമായിട്ടും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ആ വസ്തു ഇല്ല. ഇനി ആഴം തീരെ ഇല്ലാതാണെങ്കിൽ ആ വസ്തു ഇല്ല. അതായത് 3 കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, വസ്തുവിന് ത്രിമാന പ്രപഞ്ചത്തിൽ നിലനിൽക്കാൻ കഴിയും. നേരെ മറിച്ച് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തോടു കൂടി 3 മാനങ്ങൾ മാത്രം പോരാ, അതിന് മാറ്റം എന്ന ഒരു മാനം കൂടി, അല്ലെങ്കിൽ സമയം, മാറ്റത്തിൻ്റെ യൂണിറ്റാണ്, അളവാണ് സമയം. ഈ സമയം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ആ വസ്തുവിന് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് ഐൻസ്റ്റൈൻ്റെ 20ാം നൂറ്റാണ്ടിലുള്ള ഐൻസ്റ്റൈൻ അവതരിപ്പിച്ച സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തവും പ്രത്യേക ആപേക്ഷികതാ സിദ്ധാന്തവും പറയുന്നു. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും അടിവരയിടുന്നത് പ്രപഞ്ചത്തിന് മാറ്റം എന്ന, സമയം എന്ന മാനം കൂടി ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നു എന്ന് പറയാൻ സാധ്യമാവൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സനാതനം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നും നിലനിൽക്കുന്നത് എന്നാണെങ്കിൽ, മാറ്റമില്ലാത്തത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അത് ഈ ആധുനിക കാലത്ത് പ്രത്യേകിച്ച് ശാസ്ത്രീയ നിഗമനത്തിൽ അതിന് നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു കാര്യം, ഈ ഓരോ ഉപകരണങ്ങളും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ട്. ഓരോ നിയമങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഈ ഉപകരണങ്ങൾ അടിസ്ഥാനമായിട്ട് പിന്നീട് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾക്കൊക്കെ കാരണം ഉപകരണങ്ങളാണ് എന്ന അടിസ്ഥാന തത്വം നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാര്യത്തിൽ വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല. അതായത് ഉപകരണങ്ങളാണ് മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾക്കും നിയമങ്ങൾക്കും സ്വഭാവങ്ങൾക്കും രീതികൾക്കും ജീവിതത്തിലെ മുച്ചൂടും നിഖില മേഖലകൾക്കും അടിത്തറയായത്. യഥാർത്ഥത്തിൽ
ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ ആധുനിക സാമൂഹ്യ മാനവൻ്റെ അപ്രഖ്യാപിത ദൈവം എന്ന് തന്നെ പറയാമെന്നർത്ഥം. അതായത് ഈ ദൈവം പോലും യഥാർത്ഥത്തിൽ ഒരു ഉപകരണമാണ്. മനുഷ്യൻ്റെ ഭാഷ കൊണ്ട് മനുഷ്യൻ്റെ ഭാഷയാൽ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്ത ഒരു മനോഹരമായ അതിസമ്പന്നമായ ഒരു ശാസ്ത്രീയമായ ഒരു ഉപകരണം തന്നെയാണ് ദൈവം. ഏതുപോലെ? പൂജ്യം പോലെ എന്നത് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.